നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ സെറോദയുടെ ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് നമുക്ക് എങ്ങനെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം സെറോദ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്റ്റോക്ക് ബ്രോക്കേഴ്സിൽ ഒന്നാണ്. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലൊക്കെ സീറോ ബ്രോക്കറേജ് പ്രൊവൈഡ് ചെയ്യുന്നു. അവരുടെ ഡിസ്കൗണ്ട് ബുക്കിംഗ് ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെയാണ് സെറോദ നല്ല രീതിയിൽ ഈ ഒരു പ്ലാറ്റ്ഫോമുമായിട്ട് വർഷങ്ങളുടെ എക്സ്പീരിയൻസോട് കൂടി മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാം സെറോദ എന്ന ഡിമാറ്റ് അക്കൗണ്ട്. അപ്പം ഇതിൻ്റെ അത് അക്കൗണ്ട് ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്കൊരു മൊബൈൽ നമ്പർ വേണം, അത് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ആയിട്ടുള്ളതായിരിക്കണം, പിന്നെ ജിമെയിൽ ഐ ഡി ഉണ്ടായിരിക്കണം, പാൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാൻസൽഡ് ചെക്ക്, പിന്നെ ഒരു സിഗ്നേച്ചർ ഇട്ടതിൻ്റെ ഒരു ഫോട്ടോ. ഓക്കെ, പിന്നെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷനിലാണ്. അത് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂണിറ്റി ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ഒക്കെ നമുക്ക് എനബിൾ ചെയ്യാം. അതല്ല ഇക്വിറ്റി അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് വേണ്ടി മാത്രമാണ് എൻട്രീസ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമില്ല. അപ്പം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ലഭിക്കും. ആ ഒരു ലിങ്ക് ശരിയായ ലിങ്കാണ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കേണ്ടത്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും സെറോദയുടെ ശരിയായ വെബ്സൈറ്റിലേക്ക് വരും. മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പറിലേക്ക് OTP വരും. OTP എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കണ്ടിന്യൂ വിത്ത് ഗൂഗിളിൽ നിന്ന് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ പേരും ഇമെയിൽ ID അടിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ പേരും ഇമെയിൽ ID അടിച്ച് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഇമെയിൽ IDയിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ സ്റ്റെപ്പ് നമ്പർ 1 തൊട്ട് 7 വരെയാണ് ടോട്ടലായിട്ടുള്ള നമ്മുടെ സെറോദയുടെ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മളിവിടെ പാൻ കാർഡ് നമ്പർ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇക്വിറ്റി മാത്രമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അക്കൗണ്ട് ഓപ്പണിംഗ് ഫീസ് 200 രൂപയാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. അതല്ല ഡെബിറ്റ്, F&O, കറൻസി, കമ്മോഡിറ്റി ഈ എല്ലാ സെക്ഷനും കൂടെ ഒന്നിച്ച് ആക്ടിവേറ്റ് ചെയ്യാനാണെങ്കിൽ ടോട്ടൽ 300 രൂപ നമ്മൾ അക്കൗണ്ട് ഓപ്പണിംഗ് ഫീസ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ വേണമെങ്കിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് മാത്രം ഓപ്പൺ ആക്കാം. ഫ്യൂച്ചറിലാണെങ്കിൽ ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് UPI, നെറ്റ് ബാങ്കിങ് ഏത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഇതിൻ്റെ അക്കൗണ്ട് ഓപ്പണിംഗ് ഫീ പേ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഞാനിവിടെ ഫോൺ പേ വെച്ചിട്ടാണ് നമ്മൾ 200 രൂപ പേ ചെയ്യുന്നത്. അതിനുശേഷം ആധാർ KYC ഡിജി ലോക്കർ വെരിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ കണ്ടിന്യൂ ടു ഡിജി ലോക്കർ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആധാർ കാർഡ് നമ്പർ അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ക്യാപ്ച ഇങ്ങോട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആധാറും ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് OTP വരും. ആ ഒരു OTP ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആധാർ കാർഡ് നമ്പറും പാൻ കാർഡ് ഡീറ്റെയിൽസും സെറോദയിലേക്ക് ഷെയർ ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ്, മരിറ്റൽ സ്റ്റാറ്റസ്, പേരൻസ് നെയിം, പിന്നെ നമ്മുടെ ഒക്യുപ്പേഷൻ, ആനുവൽ ഇൻകം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക നോർമലായിട്ട് തന്നെ. പിന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഈ ഒരു ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഈ ഒരു അക്കൗണ്ടുമായിട്ടായിരിക്കും നമ്മുടെ ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് ലിങ്ക് ആകുന്നത്. അപ്പോൾ പൈസ ആഡ് ചെയ്യുന്നതിനും വിഡ്രോ ചെയ്യാനും ഉപയോഗിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ഇതായിരിക്കും. അപ്പോൾ IFSC കോഡ്, MICR കോഡ്, ബാങ്ക് അക്കൗണ്ട് നമ്പർ കൃത്യമായിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം മുമ്പോട്ട് പോകാം. അപ്പോൾ ഇനി വെബ് ക്യാം വെരിഫിക്കേഷൻ ഉണ്ട്. നമുക്ക് ഇവിടെ തെളിഞ്ഞു വരുന്ന നമ്പർ ഇപ്പോൾ 4335 ആണ് തെളിഞ്ഞു വന്നിരിക്കുന്നത്. നിങ്ങളുടെ മൊബൈലിൽ തെളിഞ്ഞു വരുന്ന സംഖ്യ ഒരു വെള്ള പേപ്പറിൽ ഇതുപോലെ തന്നെ എഴുതി ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് നിങ്ങളുടെ മുഖവും കിട്ടണം, അതുപോലെ തന്നെ ആ പേപ്പറിൽ എഴുതിയിരിക്കുന്ന നമ്പറും ഇത് വ്യക്തമായിട്ട് കിട്ടുന്ന രീതിയിൽ ഫോട്ടോ എടുക്കുക. അതിനുശേഷം അത് അപ്ലോഡ് ചെയ്യുക. അപ്പം ഇനി ഇവിടെ നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാൻസൽഡ് ചെക്ക് ആഡ് ചെയ്തേ പറ്റുള്ളൂ. അത് മേളിൽ അപ്ലോഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. ഇൻകം പ്രൂഫ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. അത് F&O അല്ലെങ്കിൽ മറ്റ് കമ്മ്യൂണിറ്റി സെക്ഷനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇൻകം പ്രൂഫിൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് സിഗ്നേച്ചർ താഴെ അപ്ലോഡ് ചെയ്യാം. ഒരു വെള്ള പേപ്പറിൽ സൈൻ ഇട്ടതിന് ശേഷം അതിൻ്റെ ഫോട്ടോ എടുത്ത് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് നോമിനി വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്യൂച്ചറിലാണെങ്കിലും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ സ്കിപ്പ് ആൻഡ് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുകയാണ്. ഇനി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി ആ ഫോമിൽ ഇലക്ട്രോണിക് സിഗ്നേച്ചർ ചെയ്യാനുണ്ട്. സൈൻ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻ ഒന്ന് ടിക്ക് ചെയ്തതിന് ശേഷം സൈൻ നൗ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം സെൻഡ് OTP എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് വീണ്ടും ഒരു OTP വരും. വെരിഫൈ OTP എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പേര്, അക്കൗണ്ട് ഓപ്പൺ ആക്കുന്ന ആളുടെ പേര് ഇവിടെ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ഇതുവരെ ഫില്ല് ചെയ്ത കംപ്ലീറ്റ് ആയിട്ടുള്ള ഫോം കാണാൻ സാധിക്കും. സൈൻ നൗ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം സെൻഡ് OTP എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു OTP വരുന്നതായിരിക്കും. OTP എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ ആൻഡ് സൈൻ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റ് സക്സസ്ഫുൾ ആയിട്ട് സൈൻ ആയിട്ടുണ്ട്. അപ്പം ഫിനിഷ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ കൺഗ്രാജുലേഷൻ, നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫോം സബ്മിറ്റ് ആയിട്ടുണ്ട്. അവർ 24 മണിക്കൂറിനുള്ളിൽ റിവ്യൂ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് സെറോദയുടെ ID ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ID ആണ് നമ്മുടെ യൂസർ നെയിം. ഈ ഒരു അക്കൗണ്ടിൻ്റെ യൂസർ ID ആണ് നമ്മൾ ഫ്യൂച്ചറിലേക്ക് എപ്പോഴും നമ്മുടെ ഇൻഡിവിജ്വൽ ID. അപ്പോൾ നമുക്കിവിടെ ലോഗിൻ ടു കൈറ്റ് എന്ന ആപ്ലിക്കേഷനിലേക്ക് പോകാം. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അതേ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് കൃത്യമായിട്ടൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. അത് തന്നെ മുകളിൽ അടിച്ചു കൊടുക്കുക, സെയിം ആയിട്ട് താഴെ അടിച്ചു കൊടുക്കുക. അപ്പം ആ ഒരു യൂസർ IDയും പാസ്വേഡും കൃത്യമായിട്ട് ഓർത്തിരിക്കുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പ്ലേ സ്റ്റോറിലേക്ക് പോയി നമുക്ക് കൈറ്റ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് അവിടെ നിന്നാണെങ്കിലും നമുക്ക് iOS ആണെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ആൻഡ്രോയിഡിൽ സെറോദ കൈറ്റ് എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇൻസ്റ്റാൾ ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് ലോഗിൻ ടു കൈറ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് കൊടുക്കുക. അപ്പം അവിടെ നമുക്ക് ആദ്യം യൂസർ ID എന്നുള്ളിടത്ത് നമുക്ക് കിട്ടിയ യൂസർ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് എൻ്റർ ചെയ്ത് കൊടുത്ത് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ഇൻ കേസ് യൂസർ ID ആ ഒരു ടൈമിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ ആയിട്ടാണെങ്കിലും ഈ യൂസർ ID പാസ്വേഡ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതിനി നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP
വരും. ആ ഒരു OTP കൂടെ എൻ്റർ ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോയി നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള അക്കൗണ്ട് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് ഓരോ സ്റ്റോക്കുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇനി അത് ആക്റ്റീവ് ആകാൻ വേണ്ടി ഒരു 24 മണിക്കൂർ എടുക്കും. ആക്റ്റീവ് ആയി കഴിയുമ്പോൾ നമുക്ക് ഫണ്ട് ആഡ് ചെയ്തിട്ട് 1 by 1 ആയിട്ട് നമുക്ക് പഠനങ്ങൾ നടത്തി സ്റ്റോക്കിൽ എൻട്രി എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം വളരെ സിമ്പിളാണ്. എന്തെങ്കിലും അക്കൗണ്ട് ഓപ്പണിങ്ങിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവരുടെ സെറോദയുടെ കസ്റ്റമർ കെയർ നമ്പർ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഡോക്യുമെൻറ്റ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് വെച്ചതിന് ശേഷം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെയുള്ള അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് ഉപയോഗിക്കുക. അവിടെ നല്ല ഓഫേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ലിങ്ക് തന്നെ ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോകുക. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരും കൂടെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്